ധൻഖറിന്റെ പിൻഗാമിയാര്? നയം വ്യക്തമാക്കാതെ ബി.ജെ.പി. ധൻഖറിന്റെ പിൻഗാമിയായി വരേണ്ടത് ആരാണെന്ന കാര്യത്തിൽ സർക്കാരിനുള്ളിൽ ചർച്ച തുടരുകയാണ്. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം.പിയുമായ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയായി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ബി.ജെ.പിയുടെ നേതാക്കൾക്കാണ് കൂടുതൽ സാധ്യത. രാജ്യസഭയിൽ പാർട്ടി നിലപാടുകൾ ഉയർത്തിക്കാട്ടുന്ന ഉപരാഷ്ട്രപതി വേണമെന്ന നിലപാടിലാണ് ബി.ജെ.പി. രാജ്യസഭാ നടത്തിപ്പിൽ വലിയ റോളുള്ള ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബി.ജെ.പിക്കാരനെ ഉപരാഷ്ട്രപതിയാക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. അങ്ങനെ വന്നാൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ജെ.ഡി.യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ, ജെ.ഡി.യു എം.പി ഹരിവംശ് നാരായൺ സിംഗ്, ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദ തുടങ്ങിയ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെയും ഈ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരം ഉറപ്പാക്കാനാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത്. ഈ മാസം 7-നാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുക. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. അന്ന് തന്നെ ഫലവും പ്രഖ്യാപിക്കും. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 22-ന് സൂക്ഷ്മ പരിശോധന. 25-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എങ്കിൽ 21-ന് ചിത്രം വ്യക്തമാകും. ബി.ജെ.പി ദേശീയ അധ്യക്ഷനെ ബി.ജെ.പി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. ഇതും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വത്തിനായുള്ള കാത്തിരിപ്പായി വേണം കണക്കാക്കാൻ. ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഈ പദവിയോട് തരൂരിന് താൽപ്പര്യമില്ല എന്നാണ് സൂചന. ഉപരാഷ്ട്രപതിയെ നിശ്ചയിച്ച ശേഷം കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജിക്ക് കാരണം കേന്ദ്ര സർക്കാരുമായുള്ള ഭിന്നതയാണെന്ന അഭ്യൂഹം പരന്നതോടെയാണ് ബി.ജെ.പിക്ക് പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം കീറാമുട്ടിയായി മാറിയത്. ഡൽഹിയിലെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരും ഉപരാഷ്ട്രപതിയും 2 ധ്രുവങ്ങളിലായിരുന്നു ഉള്ളത്. ഇതാണ് ഭിന്നത രൂക്ഷമാക്കിയത്. ഇംപീച്ച്മെന്റ് നടപടികൾക്ക് മുൻകൈ എടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രമേയം ധൻഖർ സ്വീകരിക്കുകയായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയതെന്നും സൂചനകളുണ്ട്. ധൻഖറിന്റെ രാജിക്ക് പിന്നാലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എം.പിയുമായ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കുവാനുള്ള ചർച്ചകൾ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിൽ സജീവമായിരുന്നു. നരേന്ദ്രമോദിയുമായി അടുത്തു നിൽക്കുന്ന തരൂരിന്റെ പല നിലപാടുകളും കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി നിൽക്കുമ്പോഴായിരുന്നു ബി.ജെ.പിയുടെ പുതിയ നീക്കം. തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ഒഴിവ് വരുന്ന തിരുവനന്തപുരം ലോക്സഭാ സീറ്റിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാമെന്നും ബി.ജെ.പി നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പേരും ബി.ജെ.പി പരിഗണിച്ചു. ഇതും മറ്റൊരു ലക്ഷ്യം മുന്നിൽ കണ്ടായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിൽ നിന്ന് ഏറ്റെടുക്കാമെന്നതാണ് നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കുന്നതിലൂടെ ബി.ജെ.പി ലക്ഷ്യമിട്ടിരുന്നത്.